ഹായ് ഓൾ, കോമ്പറ്റേറ്റീവ് എക്സാം ഗൈഡിന്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് തെരഞ്ഞെടുത്ത ചില ചോദ്യോത്തരങ്ങളാണ്. കൂടാതെ ചില കറണ്ട് അഫയേഴ്സിലെ ചോദ്യങ്ങളുമുണ്ട്. എല്ലാവരും ഈ ക്ലാസ് കണ്ടും കേട്ടും എഴുതിയും തന്നെ പഠിക്കാൻ ശ്രമിക്കണം. ഇനി വരുന്ന എക്സാമുകൾക്കൊക്കെ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആകും. ചില തെരഞ്ഞെടുത്ത ചോദ്യങ്ങൾ നോക്കാം. ഇന്ത്യ നിർമ്മിച്ച പൈലറ്റ് ഇല്ലാത്ത വിമാനം ലക്ഷ്യ. ഏതാണ് ലക്ഷ്യ? ഭാരതീയ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് കേശചന്ദ്രൻ. കോവിഡ്-19 കണ്ടുപിടിക്കുന്നതിനുള്ള ടെസ്റ്റ് ആന്റിജൻ. കേരളത്തിൽ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് അയ്യത്താൻ ഗോപാലൻ. ആരാണ് അയ്യത്താൻ ഗോപാലൻ? 2023 സാമ്പത്തിക ശാസ്ത്ര നോബൽ ആർക്കാണ്? ക്ലോഡിയ ഗ്ലോബിൻ. ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന മലയാളി ശാസ്ത്രജ്ഞ വി.ആർ. ലളിതാംബിക. നീതി ആയോഗിന്റെ ഉപാധ്യക്ഷൻ സുമൻ ബെറി. ആരാണ് സുമൻ ബെറി? 2023 അന്തരിച്ച വളർമതി എന്ന വ്യക്തി ഏത് നിലയിലാണ് പ്രശസ്തി നേടിയത്? ശാസ്ത്രജ്ഞ. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എത്ര രൂപ നാണയമാണ് പുറത്തിറക്കിയത്? 75. ധ്വനിപ്രയാണം ആരുടെ ആത്മകഥയാണ്? എം ലീലാവതി. ആരുടെയാണ്? എം ലീലാവതി. ജീവന് നിലനിൽക്കാൻ അനുകൂലമായ സാഹചര്യമുള്ള ഗ്രഹം ചൊവ്വ. ഈ അടുത്ത് കപ്പൽ ഇടിച്ചു തകർന്ന ഫ്രാൻസിസ് പാലം ഏത് രാജ്യത്താണ്? അമേരിക്ക. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി CK ലക്ഷ്മണൻ. ആദ്യത്തെ റെയിൽപാത കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച വർഷം 1861 മാർച്ച് 12. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹി. എവിടെയാണ്? ന്യൂഡൽഹി. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ രാജ്യത്തെ ആദ്യത്തെ പഞ്ചായത്ത് പുല്ലമ്പാറ. G20 ഉച്ചകോടിയുടെ ഭാഗമായി C20 ഉച്ചകോടിയുടെ വേദി ജയ്പൂർ. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ രൂപീകരിച്ച വർഷം 1927. ഏതാണ്? 1927. കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും ദൈർഘ്യമേറിയ ട്രെയിൻ സർവീസ് വിവേക് എക്സ്പ്രസ്. ചെസ് ചരിത്രത്തിൽ 2750 റേറ്റിംഗ് കടന്ന് ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി ഡി കുകേഷ്. ഏത് സംസ്ഥാനക്കാരനാണ്? തമിഴ്നാട്. 2023 അന്താരാഷ്ട്ര കാലിഗ്രാഫി ഫെസ്റ്റിന്റെ വേദി കൊച്ചി. എവിടെയാണ്? കൊച്ചി. ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഉത്തരായന രേഖ. ഏതാണ്? ഉത്തരായന രേഖ. സി രാജഗോപാലാചാരിയുടെ നേതൃത്വത്തിലുള്ള ഉപ്പു സത്യാഗ്രഹ ജാഥ പുറപ്പെടുന്നത് എവിടെ നിന്നുമാണ്? തിരുച്ചിറപ്പള്ളി. 2023 ഓഗസ്റ്റ് 1 മുതൽ ചരക്ക് സേന നികുതിയിലെ ഇൻവോയ്സ് പരിധി എത്ര കോടി രൂപയാണ്? 5 കോടി രൂപ. ഗാന്ധി ഭൂരി എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വനിതാ രക്തസാക്ഷി മാതങ്കിനി ആസ്ര. ആരാണ്? മാതങ്കിനി ആസ്ര. സ്വന്തമായ റേഡിയോ സ്റ്റേഷൻ സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ജയിൽ തിഹാർ ജയിൽ. 2023 മിസ് വേൾഡ് മത്സരങ്ങളുടെ വേദി കാശ്മീർ. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ഹെൻറി മോസ്ലി. ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ പാലം ഹൗറ പാലം. ഏതാണ്? ഹൗറ പാലം. ആവർത്തന പട്ടികയുടെ പിതാവ് മെൻഡലിയേഫ്. ആരാണ്? മെൻഡലിയേഫ്. കുട്ടികളിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ഹോർമോൺ തൈമോസിൻ. ഏതാണ്? തൈമോസിൻ. ബാങ്ക് ഓഫ് ബറോഡയുടെ പുതിയ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ ടെന്നീസ് താരാണ് ആരാണ്? സുമിത് നാഗൽ. ആരാണ്? സുമിത് നാഗൽ. ദേശീയ ചിഹ്നമായ അശോക സ്തംഭത്തിൽ താഴെ വലതുഭാഗത്ത് കാണുന്ന മൃഗം കാള. പൗരന്മാർക്ക് അറിയാനുള്ള അവകാശം നൽകിയ 55ാമത്തെ രാജ്യം ഇന്ത്യ. ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത NH 85. ദേശീയ ഗാനത്തിന്റെ ഇപ്പോഴത്തെ ഈണം നൽകിയ സ്വാതന്ത്ര്യ സമര സേനാനി ക്യാപ്റ്റൻ റാംസിംഗ് ഠാക്കൂർ. ചെമ്പുകടവ് ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ്? കോഴിക്കോട്. തൂണക്കടവ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട്. സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്ത കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് മാങ്കുളം. ഏത് ജില്ലയിലാണ്? ഇടുക്കി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രണ്ടാമത്തെ അധ്യക്ഷൻ MN വെങ്കട ചെല്ലവ. ഇടനാട്ടിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം ലാറ്ററൈറ്റ്. ഏതാണ്? ലാറ്ററൈറ്റ്. വാഗമൺ മലയോര സുഖവാസ കേന്ദ്രം ഏത് ജില്ലയിലാണ്? ഇടുക്കി. പെരുഞ്ചാൻ കുട്ടിയാർ ഏത് നദിയുടെ പോഷക നദിയാണ്? പെരിയാർ. മലങ്കര ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. എവിടെയാണ്? ഇടുക്കി.
കക്കാട് വൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല പത്തനംതിട്ട. ന്യൂക്ലിയർ ഫിഷനിൽ ആറ്റത്തെ വിഘടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അറ്റോമിക കണം ന്യൂട്രോൺ. സിംഹവാലൻ കുരങ്ങന്റെ ശാസ്ത്രനാമം മക്കാക്ക സൈലനസ്. ഏതാണ് മക്കാക്ക സൈലനസ്? ദിനോസറുകളുടെ കാലത്തുണ്ടായിരുന്ന അപൂർവമായ ട്രീ ഫോൺ കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ആനമുടിച്ചോല. മനുഷ്യ ശരീരത്തിലെ ശരാശരി ഊഷ്മാവ് എത്ര ഫാരൻഹീറ്റാണ്? 98.4. ഏതാണ്? 98.4. ബാസിലസ് ഹീമോഫിലസ് കാരണം ഉണ്ടാകുന്ന രോഗം ഇൻഫ്ലുവൻസ. ഏതാണ്? ഇൻഫ്ലുവൻസ. വർണ്ണാന്ധതയുള്ള ആൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന പ്രാഥമിക നിറം നീല. കേരളത്തിന്റെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പൈലറ്റ് എന്നറിയപ്പെടുന്നത് മൊയ്യാരത്ത് ശങ്കരൻ. ആരാണ്? മൊയ്യാരത്ത് ശങ്കരൻ. സിങ്കും നേർത്ത ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജൻ. രാസവ്യവസായത്തിലെ ഇറോഷിമ എന്ന് ഭോപ്പാൽ ദുരന്തത്തെ വിശേഷിപ്പിച്ച സംഘടന ഗ്രീൻ പീസ്. 1926 നടന്ന ശുചീന്ദ്രം സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? മുത്തുസ്വാമി. നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത നളന്ദ സർവകലാശാലയുടെ പുതിയ ക്യാമ്പസ് ഏത് സംസ്ഥാനത്താണ്? ബീഹാർ. എവിടെയാണ്? ബീഹാർ. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ മാർഗദർശി എന്നറിയപ്പെടുന്നത് വൈകുണ്ഠസ്വാമി. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് മൗലികാവകാശങ്ങൾ. ഏതാണ്? മൗലികാവകാശങ്ങൾ. സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആസ്ഥാനം ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. വെളുത്തുള്ളിയുടെ ഗന്ധമുള്ള മൂലകം ഏതാണ്? വെളുത്ത ഫോസ്ഫറസ്. ഏതാണ്? വെളുത്ത ഫോസ്ഫറസ്. കേരളത്തിലെ രണ്ടാമത്തെ വനിതാ ഗവർണർ റാം ദുലാരി സിൻഹ. റാം ദുലാരി സിൻഹ. ഏറ്റവും കൂടിയ പ്രായത്തിൽ പ്രധാനമന്ത്രിയായത് മൊറാർജി ദേശായി. ഫ്ലോപ്പി ഡിസ്ക് കണ്ടുപിടിച്ചത് അലൻ ഷുഗർട്ട്. ആരാണ്? അലൻ ഷുഗർട്ട്. ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗ്യമുദ്രയായ ആനക്കുട്ടിയുടെ പേര് ബോലു. നോബൽ സമ്മാനം നൽകുന്ന രാജ്യം സ്വീഡൻ. കമല ഗുപ്ത ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? ഫുട്ബോൾ. ഏതാണ്? ഫുട്ബോൾ. ലോക കരൾ ദിനം ഏപ്രിൽ 19. ലോക സമുദ്ര ദിനം ജൂൺ 8. ലോകത്തെ പിടിച്ചു കുലുക്കിയ 10 ദിവസം എന്ന പുസ്തകം രചിച്ചത് ജോൺ റീഡ്. ആരാണ്? ജോൺ റീഡ്. ഇന്ത്യയിൽ ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം നമ്മുടെ കേരളം. ലോക മഴക്കാടുകളുടെ ദിനം ജൂൺ 22. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നിലവിൽ വന്നത് 2008. ഏതാണ്? 2008. ന്യൂട്രോണുകൾ ഇല്ലാത്ത ഹൈഡ്രജന്റെ ഐസോടോപ്പ് പ്രോട്ടിയം. മസ്തിഷ്കത്തിന്റെ വളർച്ച പൂർത്തിയാക്കുന്ന പ്രായം 8 വയസ്സ്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ചത് 1942 ഓഗസ്റ്റ് 8. റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ച വർഷം 1949 ജനുവരി 1. 2024 മേഴ്സ് കൊറോണ വൈറസ് സ്ഥിരീകരിച്ച രാജ്യം സൗദി അറേബ്യ. ഏതാണ്? സൗദി അറേബ്യ. 2023 അണ്ടർ-17 ഫുട്ബോൾ ലോകകപ്പിൽ കിരീടം നേടിയ രാജ്യം ജർമ്മനി. 2023 ഓടക്കുഴൽ അവാർഡ് ജേതാവ് പി.എൻ. ഗോപി കൃഷ്ണൻ. ആരാണ്? പി.എൻ. ഗോപി കൃഷ്ണൻ. ലോക ഹൈഡ്രോഗ്രാഫി ദിനം ജൂൺ 21. പാർലമെന്റ് നടപടിക്രമങ്ങളിൽ കോടതിയുടെ ഇടപെടൽ പാടില്ല എന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിൾ 122. ചൊവ്വ ദൗത്യം വിജയിച്ച ആദ്യ ഏഷ്യൻ രാജ്യം ഇന്ത്യ. ദേശീയ യോഗ ഒളിമ്പ്യാഡ് 2024 ഉദ്ഘാടനം ചെയ്തത് മൈസൂർ. ദി 1984 എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ജോർജ് ഓർവെൽ. ആരാണ്? ജോർജ് ഓർവെൽ. കേരള കലാമണ്ഡലത്തിന്റെ നിലവിലെ വൈസ് ചാൻസലർ ബി അനന്തകൃഷ്ണൻ. ആരാണ്? ബി അനന്തകൃഷ്ണൻ. മലബാർ ലഹള പശ്ചാത്തലമായ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. BPL കാർഡുകാർക്ക് 10 കിലോ അരി നൽകുന്ന അന്നഭാഗ്യ സ്കീം അവതരിപ്പിച്ച സംസ്ഥാനം കർണാടക. 2023 പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഐവറി കോസ്റ്റ്. കാർഷികോൽപ്പന്നങ്ങളുടെ മൂല്യവർധന, സംസ്കരണം, കർഷകർക്ക് മികച്ച വരുമാനം എന്നിവ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന സ്ഥാപനം കാപ്കോ. 2023 നടന്ന ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിലേക്കുള്ള ഇന്ത്യൻ ടീമിനെ നയിച്ചത് നീരജ് ചോപ്ര. ബഹിരാകാശത്ത് 184 ദിവസത്തെ യാത്ര പൂർത്തിയാക്കി തിരിച്ചെത്തിയ ഡോക്ടർ സുൽത്താൻ നയാത്തിയുടെ രാജ്യം UAE. ഏതാണ്? UAE. സമുദ്രത്തിനടിയിൽ മൈനുകൾ കണ്ടെത്തുന്നതിനായി ഇന്ത്യ ലോഞ്ച് ചെയ്ത ഓട്ടോണമസ് അണ്ടർ വാട്ടർ വെഹിക്കിൾ ഏതാണ്? നീരാക്ഷി. ഗ്രാൻഡ് സ്ലാം ഡബിൾസ് ഫൈനലിൽ എത്തുന്ന ഏറ്റവും പ്രായം കൂടിയ താരം രോഹൻ ബൊപ്പണ്ണ. ആരാണ്? രോഹൻ ബൊപ്പണ്ണ. 2023 സെപ്റ്റംബർ 17 പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ദേശീയ പതാക ഉയർത്തിയത് ആരാണ്? ജഗദീപ് ധൻകർ. ആരാണ്? ജഗദീപ് ധൻകർ. 19ാമത് ഏഷ്യൻ ഗെയിംസിന്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ചത് PR ശ്രീജേഷ്.
ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി മാഹി പുഴ. കേരളത്തിന്റെ ജനസാന്ദ്രത 860. 2024 യോഗ ദിനത്തിന്റെ തീം യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി. ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി കോഴിക്കോട് പ്രഖ്യാപിച്ച ദിവസം 2024 ജൂൺ 23. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഭാഗ്യചിഹ്നം പരുന്ത്. ഏതാണ് 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഭാഗ്യചിഹ്നം പരുന്ത്. ഈ ക്ലാസ് നിങ്ങൾക്ക് നന്നായി മനസ്സിലായെന്ന് കരുതുന്നു. എല്ലാവരും എഴുതി വെച്ച് തന്നെയല്ലേ പഠിക്കുന്നത്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ക്ലാസ്സിൽ നിന്നും നിങ്ങൾക്ക് എക്സാം ആവശ്യമുണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്നും എക്സാം പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ ബൈ.